വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ട്രാൻസ്ഫർ ന്യൂസുകൾ വരുന്നു. വീണ്ടും ചെൽസിയിൽ മുൻപന്തിയിൽ തന്നെ ഒരു നമ്മൾ വേറെ ലെവലാണ് ട്രാൻസ്ഫറിൽ. കാര്യമായിട്ട് ആക്ടിവിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വിചാരിച്ച് ഈ സമ്മർ ട്രാൻസ്ഫറിൽ മച്ചാനെ ന്യൂസ് ആഫ്റ്റർ ന്യൂസ്. നമുക്ക് മൈഗ്നന്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ഫ്രം ഫാബ്രിസിയോ റൊമാനോ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. ജേഡൻ സാൻചോ ചെൽസി വിട്ടു, ടേംസ് എഗ്രി ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ച് സംസാരിക്കണം. വി നീഡ് ടു സ്പീക്ക് അബൌട്ട് റോബർട്ട് സാഞ്ചസ്, ജോർഗെ പെട്രോവിച്ച്, പെൻഡേഴ്സ്, അവരുടെ ഫ്യൂച്ചർ എന്താവും, ഫിലിപ്പ് യോർഗൻസിന്റെ ഫ്യൂച്ചർ എന്താവും, അതിനെക്കുറിച്ചൊന്ന് ടച്ച് ബേസ് ചെയ്യണം. പിന്നെ കെൻഡി പയസ് നിൽക്കുമോ, ലോണിൽ പോകുമോ, അമഗോഗു എന്ന് പറയുന്ന ഒരു പ്ലെയർ അവ എന്തായാലും ലോണിൽ പോകും. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ സമയമുണ്ട്. ബാക്ക് ടു ബാക്ക് വീഡിയോസ് ബേബി. ഓഫീസിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ അവസാനം ലഞ്ച് ബ്രേക്കിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. മൈഗ്നനെ നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. ദിസ് ഇസ് ഫാന്റാസ്റ്റിക്. നൗ ഇനിഷ്യൽ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും കുറച്ചൊന്ന് ഡെപ്തിൽ അനലൈസ് ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ഈസ് 29 years old, 60,000 പെർ വീക്ക് എന്തോ ആണ് വേജിലിരിക്കുന്നത്. ഒരു വർഷം കോൺട്രാക്ട് റിമെയിൻ ചെയ്യുകയാണ്. ആൻഡ് പുതിയ കോൺട്രാക്ട് അവിടെ മിലാനിൽ പുള്ളിക്കാരൻ സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ചെൽസി നോക്കാൻ നേരത്തെ അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി. ഒരു ടോപ്പ് ഗോൾ കീപ്പറിനെ 29 വയസ്സിൽ ഇപ്പോഴും പ്രൈമിൽ തന്നെ നിൽക്കുന്ന ഒരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ വെയ്റ്റ് സ്ട്രക്ചറിൽ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഗോൾ കീപ്പറിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. നമ്മൾ പാനിക് ഒന്നുമല്ല. നമുക്ക് സാൻചോസും ഉണ്ട്, പെട്രോവിച്ചും ഉണ്ട്, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് നമ്മൾ പാനിക്കിലല്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ വിടണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് പൊതുവെ മൈഗ്നൻ ഹാസ് ഓൾവേസ് ബീൻ കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ടോപ്പ് ഗോൾ കീപ്പേഴ്സ് ഇൻ യൂറോപ്പ്. പക്ഷേ ഇഞ്ചുറി ഹിസ്റ്ററി മോശമാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ ഹി വാസ് ഫുള്ളി അവൈലബിൾ. ആൻഡ് ഒരു കണക്കിന് ഒരു ഫോം ഡിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാൻചസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് പുള്ളിക്കാരൻ കുറച്ചുകൂടി ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന്റെ ക്രോസ് ഹാൻഡ്ലിംഗ് എബിലിറ്റി കുറച്ച് മോശമാണ്. അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് കംപ്ലീറ്റ്ലി അവഗണിക്കാൻ പറ്റില്ല. സോ ഹി ഈസ് എ ടോപ്പ് ഗോൾ കീപ്പർ ഇപ്പോ ഓൺ എ ഡിപ്പ് ഇൻ ഫോം. ആൻഡ് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ്. എന്നെ ഞാനാണ് നോക്കുന്നത്. ആൻഡ് നോട്ട് വെരി ഓൾഡ്. 29-30 വയസ്സ് ഒരു ഗോൾ കീപ്പറിനൊന്നും ഒരു പ്രായമല്ല ഇന്നത്തെ കാലത്ത്. 35-36 വരെയൊക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് കളിക്കാം. ബ്രില്യന്റ് ഇൻ ഷോട്ട് സ്റ്റോപ്പിംഗ്, ഗുഡ് റിഫ്ലെക്സസ്, ഗുഡ് റീഡിംഗ് ഓഫ് ദി ഗെയിം, ലോങ് ബോൾ പാസിംഗ്, ഷോർട്ട് ബോൾ പാസിംഗ്, സ്വീപ്പർ കീപ്പർ. ഹി ഈസ് ഒരു കണക്കിന് കംപ്ലീറ്റ് ഓൾറൗണ്ട് ഒരു ഗോൾ കീപ്പർ ആണ്. ആൻഡ് എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ ആണ്, ലീഡർഷിപ്പ് ഉള്ള ഗോൾ കീപ്പർ ആണ്, കാം ആയിട്ടുള്ള ഒരാളാണ്, ടോപ്പ് ലെവലിൽ കളിച്ച് പരിചയമുള്ള ഒരു പ്ലെയർ ആണ്. വൈ നോട്ട്? സോ വെൻ യു ഹാവ് എൻ എക്സ്ട്രീംലി ടോപ്പ് ലെവൽ ഗോൾ കീപ്പർ, ഒരു ഫോം ഡിപ്പ് ആയിരിക്കുന്ന ഗോൾ കീപ്പർ, ഇഞ്ചുറി ഹിസ്റ്ററി ഉണ്ടെങ്കിലും കഴിഞ്ഞ സീസണിൽ അത്രയ്ക്ക് ഇഞ്ചുറി പ്രോൺ അല്ലാത്ത ഒരു വ്യക്തിയെ കിട്ടുന്ന അവസരത്തിൽ നമ്മുടെ ടേംസിൽ സൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ബിഗ്. ആൻഡ് ഒരു കണക്കിന് 30 മില്യണിൽ കൂടുതൽ നമ്മൾ ബിഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു വർഷമേ കോൺട്രാക്റ്റിൽ റിമെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈഗ്നൻ പുള്ളിക്കാരൻ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടും കൂടിയല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഐ തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് ഡീൽ. പേഴ്സണലി സ്പീക്കിംഗ് നമുക്കൊരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറിന്റെ അവിടെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാലും അതില്ലെങ്കിലും നമുക്ക് റോബ് സാഞ്ചസ് സീസൺ അവസാനിക്കും തോറും ഹി ഇംപ്രൂവ്ഡ് എ ലോട്ട്. ആൻഡ് പിന്നെ പോരാത്തന്നെ ജോർഗെ പെട്രോവിച്ച് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാഞ്ചസും ജോർഗെ പെട്രോവിച്ചും എന്ത് വരുന്നുള്ളത് എനിക്ക് തോന്നുന്നു. മൈഗ്നനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സാഞ്ചസ് നമ്പർ 2 ആയി മാറും. ജോർഗെ പെട്രോവിച്ചിനെ നമ്മൾ തീർച്ചയായിട്ടും വെക്കും. അല്ലെങ്കിൽ ജോർഗെ പെട്രോവിച്ചിനെ നമ്പർ 2 ആക്കി മാറ്റിയിട്ട് സാഞ്ചസിനെ വെക്കാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ 3 പേരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കില്ല. ആൻഡ് പെൻഡേഴ്സിനെ മിക്കവാറും നമ്മൾ ലോണി വിട്ടിട്ട് അവന് പിന്നെയും ഡെവലപ്മെന്റ്, കാരണം പെൻഡേഴ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചറായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പൊ അവനെ ലോണി വിട്ട് വീണ്ടും അവന് ഗെയിം ടൈം കിട്ടി അവനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതായിരിക്കും ചെൽസിയുടെ ലോങ് ടേം വിഷൻ. പക്ഷെ മൈഗ്നനെ ടാർഗറ്റ് ചെയ്യുന്നത്, മാൻ ഡാം, ഐ എം ഇംപ്രസ്ഡ്. ദിസ് ഇസ് സീരിയസ്. വി ആർ സീരിയസ്ലി ഇൻ ടു ദ മാർക്കറ്റ്. ഇത്രയും നാള് നമ്മൾ യങ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടിരുന്ന നമ്മളിപ്പോ പെട്ടെന്ന് 29 വയസ്സിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി വി ഹാവ് അറ്റാക്ട്. ആൻഡ് ദാറ്റ്സ് ബ്രില്യന്റ്. റിയലി അപ്രീഷിയേറ്റ് ദ മൂവ് ബൈ ചെൽസി. അതേപോലെ തന്നെ അപ്പുറത്ത് ജേഡൻ സാൻചോ ആയിട്ടുള്ള സാലറി ടേംസ് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഒരു കണക്കിന് ഐ ലൈക്ക് ദാറ്റ് സ്റ്റാൻഡ്. കാരണം നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മുടെ ടീമിൽ കളിക്കാൻ പറ്റുകയാണെങ്കിൽ യു സ്റ്റേ, ഇല്ലെങ്കിൽ യു ക്യാൻ ലീവ്. ആൻഡ് സാൻചോ നല്ലൊരു ടേംസിൽ തന്നെയാണ് ചെൽസി വിടുന്നത്. ഒരു യൂറോപ്യൻ കപ്പ് അടിച്ചിട്ടാണ് പോകുന്നത്. ഐ തിങ്ക് ഹിസ് ടേം വാസ് ഡീസെന്റ്. മോശം എന്ന് പറയാനില്ല. നമ്മൾ 5 മില്യൺ ലോൺ ഫീസ് കൊടുക്കണം, കുറ്റമൊന്നും പറയാനില്ല. വി ആർ ഹാപ്പി, ഹി ഈസ് ഹാപ്പി. പുള്ളിക്കാരൻ വന്നു, ഒരു ടൈറ്റിൽ അടിച്ചു, ഒരു ഗോൾ അടിച്ചു ഫൈനലിൽ, പുള്ളിക്കാരൻ പോകുന്നു, എല്ലാവരും ഹാപ്പി. അതോടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ടൈറിക് ജോർജിന് കുറെ കൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടും. കാരണം സാൻചോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സാൻചോ അപ്പ് ദ പെക്കിംഗ് ഓർഡർ. പക്ഷെ ടൈറിക് ജോർജിന് അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ അവസരവും കിട്ടും. പിന്നെ എനിക്ക് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ജെയ്മി ഗിറ്റൻസിന്റെ പുറകിൽ നമ്മൾ വീണ്ടും ശക്തമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എക്വിറ്റിക്കര ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. സോ ഫോർ മീ
ജേഡൻ സാൻചോ നോട്ട് സൈനിങ് അതെനിക്കൊരു മോശമായിട്ട് തോന്നുന്നില്ല. പേഴ്സണലി പുള്ളിക്കാരൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിലും കുറ്റം പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട് അവിടെ, വേണമെന്നുണ്ടെങ്കിൽ നോണി മാഡ്വിക്കൊക്കെ അവിടെ കളിക്കാം, പെട്രോനെറ്റും കളിക്കാം. പിന്നെ നമ്മൾ എന്തെന്നാലും ഒരു ലെഫ്റ്റ് വിംഗറിനെ, നമ്മൾ ഔട്ട് ആൻഡ് ഔട്ട് ലെഫ്റ്റ് വിംഗറിനെ നമ്മൾ ടാർഗറ്റും ചെയ്യുന്നുണ്ട്. സോ അതിൽ ഒട്ടും തന്നെ ഞാൻ പറയേണ്ട ഒരു കേസ് അല്ല ആ ഒരു സൈഡിൽ. പിന്നെ കെന്റി പേസും അമഗോഗും ഓൾറെഡി നമ്മുടെ ടീമിലുണ്ട്. കെന്റി പേസും അമഗോഗും രണ്ടുപേരും സ്ട്രാസ്ബർഗിലേക്ക് ലോണിൽ പോകാനായിട്ടാണ് സാധ്യത കൂടുതൽ. അവിടെ പോയിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ എന്നുള്ളതാണ്. കാരണം നമുക്ക് ഓൾറെഡി എസ്താവോ വില്യൻ, കോൾ പാൽമർ, നോണി മാഡോക്കെ, പെട്രോനെറ്റോ, അവിടെയും കെന്റി പേസിന് വന്നു കഴിഞ്ഞാൽ അവന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും. അത് അവന് ഗെയിം ടൈം ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ അവൻ ലോണി പോവാ, ലെറ്റ് ഹിം പ്ലേ റിയലി വെൽ. അമഗോഗു എന്തെന്നാലും നമ്മൾ മേടിച്ചത് സാന്റോസിന്റെ റീപ്ലേസ്മെന്റിനായിട്ടാണ് അവിടെ. കാരണം സാന്റോസ് ഇവിടെ കളിക്കുന്നു. ദെൻ വി ഹാവ് എസുഗോന്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു. എസുഗോ നമ്മുടെ മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ പ്രോപ്പർലി സ്റ്റാക്ക്. ഒരു CBനെ നമ്മുടെ പുറകിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡെസ്പറേറ്റ് അല്ല, ഉള്ള ഓപ്ഷൻസ് നമ്മൾ ഹാപ്പി ആണ്. പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണം, നമ്മൾ തീർച്ചയായിട്ടും നോക്കും. നമ്മൾ മാർക്കറ്റിലുണ്ട്, പക്ഷെ എന്നാലും എടുത്തുപിടി ചാട്ടത്തിൽ നമ്മളൊരു പർച്ചേസ് നടത്തില്ല. ബ്രാത്ത്വൈറ്റ് ഇസ് എൻ എക്സ്പെൻസീവ് ഡീൽ നമ്മൾ നോക്കിയായിരുന്നു. ഹ്യൂസൺ ഇസ് എനിവേ ഗോൺ ടു റയൽ മാഡ്രിഡ്. ഗെയ്യുവിന്റെ പുറകിൽ ഇപ്പൊ സത്യം പറഞ്ഞ വാർത്തകൾ കേൾക്കുന്നില്ല. എന്തുകൊണ്ടോ നമ്മൾ മാർക്ക് ഗെയ്യുവിന്റെ പുറകെ പോകുന്നില്ല. മേ ബി വർ ഹാപ്പി വിത്ത് ചാലബ. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ മാർക്ക് ഗെയ്യുവിന്റെ പുറകെ പോകേണ്ട ഒരു കാര്യമുണ്ടോ? പിന്നെ ഫൊഫാനയുടെ ഫിറ്റ്നസ് ഒരു കൺസേൺ ആണ്. നല്ലൊരു പ്രൈസ് വന്നാൽ ചിലപ്പോൾ നമ്മൾ ഫൊഫാനെ വിൽക്കുകയും ചെയ്യും. ബട്ട് ഓവറോൾ എങ്ങും അല്ലാണ്ട് ഒരു ട്രാൻസ്ഫർ ന്യൂസിൽ നിന്ന് മൈക്ക് മൈഗ്നന്റെ ന്യൂസ് കേട്ടു എന്ന് പറയുന്നത് തന്നെ അതൊരു ഇന്റൻഷൻ ആണ്, അതൊരു ഇന്റന്റ് ആണ് ചെൽസി കാണിക്കുന്നത്. പക്ഷേ വി ആർ സീരിയസ്ലി ലുക്കിംഗ് ഇൻ ടു ദിസ് കമ്മിങ് സീസൺ. പ്രത്യേകിച്ച് ക്ലബ് വേൾഡ് കപ്പ് അടുത്ത സീസണിൽ വി ആർ ഗോണ ബി റിയലി ഗുഡ് കോമ്പറ്റീറ്റേഴ്സ്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ചെൽസി ഐ ന്യൂ. സ്മാർട്ട് സൈനിങ്സ്, ടാർഗറ്റഡ് സൈനിങ് അല്ലാണ്ട് ചുമ്മാ ചറപറ കുറെ പ്ലേയേഴ്സിനെ മേടിച്ച് കൂട്ടുന്നതല്ല. ആൻഡ് ഒരു കണക്കിന് മേ ബി ദ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആൻഡ് ദ ബോർഡ് ഹാസ് ഒരു കണക്കിന് ഇവോൾവ്ഡ് കഴിഞ്ഞ ഒരു 2-3-4 സീസൺ ആയിട്ട്. മേ ബി ദിസ് മൈറ്റ് ബി ദ പ്രോപ്പർ സീസൺ. നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലേയേഴ്സിനെ വിൽക്കാനും ഏത് പ്രൊഫൈലാണ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രോപ്പർ സീസൺ വിത്ത് എൻസോ മറസ്ക കണ്ടിന്യൂയിങ് ആസ് എ കോച്ച്. മറ്റേത് കോച്ച് പോലും കൺസിസ്റ്റന്റ് അല്ല, ഇതൊരു കോച്ചും കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഫോക്കസ് ഇൻ ടു ദ നെക്സ്റ്റ് സീസൺ, ഒരു സ്റ്റെബിലിറ്റി വിത്തിൻ ദ ടീം. ഗുഡ്, I appreciate it. Do let me know, guys, your thoughts on Mike Maignan signing for Chelsea. Thank you so much for watching. Signing off, SK from Chelsea.